ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് പനിയായ കാരണം സൗണ്ടിനൊക്കെ വല്ലാത്തൊരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പെരുന്നാളിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടില രുചിയിലുള്ള നല്ല കിടുക്കാച്ചി ബിരിയാണി തന്നെയാണ്. ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാൻ ഒരു 1.25 കിലോന് ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി, പിന്നെ 3 പീസ് ഇഞ്ചി, 8 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി അരച്ചത് എടുത്തതാണിത്. ഇത് ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളകും പൊടി, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം. അതിന് ഞാൻ 3 വലിയ സവാള നൈസായി അരിഞ്ഞിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 ഗ്ലാസ് ഉണ്ടാവും. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്, നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രീതിയിൽ. എന്നിട്ടാണ് ഞാൻ ദമ്മിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള സ്പൈസസ് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീഫ്, കുരുമുളക്, ഒരു ചെറിയ സ്റ്റാർ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറിയ പീസാക്കി അരിഞ്ഞച്ചതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചില്ല, നമ്മൾ അരച്ചച്ച മിക്സാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 5 വിസിലാണ് അടുപ്പിച്ചത്. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 വലിയ സവാള അരിഞ്ഞതാണ് നമ്മളെ മസാലയ്ക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാള നന്നായി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഒക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
സവാള ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാളൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഞാനൊരു 1 ടീസ്പൂണ് 1.5 ടീസ്പൂണിൻ്റെ അവിടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ അതിൻ്റെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഞാനൊരു 4 തക്കാളി, ചെറിയ തക്കാളി ആയ കാരണമാണ് 4 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 3 മതിയാവും. ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച്, ഒരല്ലി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് വേറെ പ്രത്യേകിച്ച് മസാല ഒന്നും ഇനി ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇനി ഇതിൽ പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല. ഇനി ഇതിലേക്ക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല റെഡി ആയതിന് ശേഷം ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇനി ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് എരിവ് കുറവാണ്. അപ്പം ഞാനൊരു 1.25 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇനി ഞാൻ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യലായി ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഇതൊരു 10 അല്ലി അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ചേർത്താൽ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 2.5 ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള തൈര് അധികം പുളിയില്ലാത്ത തൈരായ കാരണമാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിലുള്ള തൈര് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്താൽ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പെരുന്നാളിന് ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചും കൂടി മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി ഞാൻ പത്തിരിക്കല്ലിൻ്റെ മുകളിലേക്ക് ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലയിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയോടക്കനെ ചേർത്ത് കൊടുക്കണം. അടിയിൽ നന്നായി ഗ്രേവി ഉണ്ടാവുന്ന രീതിയിൽ വേണം നമുക്ക് ദമ്മിട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഫുള്ളിലാണ് കിടക്കുന്നത്. നമ്മുടെ പത്തിരിക്കല്ലൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പത്തിരിക്കല്ലൊന്ന് ചൂടായി വന്നാൽ ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള അണ്ടിപ്പരിപ്പും വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബീഫും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൈനാപ്പിൾ എസൻസിന് പകരം നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒന്നും ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കണില്ല. നടുവിലത്തെ ദമ്മിൽ മാത്രമേ നമ്മൾ പൈനാപ്പിൾ എസൻസ് 2-3 തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെയാണ് രണ്ടാമതും എല്ലാതും ഇട്ട് കൊടുക്കുന്നത്. അതേ സെയിം ഐറ്റംസ് തന്നെയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് 2-3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് ഇത് നന്നായി കവർ ചെയ്തെടുക്കാം. ആവിയൊന്നും ഒരു തരി പോലും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായി കവർ ചെയ്തതിന് ശേഷം ചൂടുള്ള വെള്ളം തിളപ്പിച്ചത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിടാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ദമ്മ് പൊട്ടിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ടോട്ടൽ ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദമ്മ് പൊട്ടിക്കണത്. അപ്പം നമ്മുടെ ബിരിയാണി ഇതാ നന്നായി ദമ്മായിട്ടുണ്ട്. നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ ടൈമിൽ നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ബിരിയാണി തന്നെയാണ്. നല്ല ദമ്മായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ അന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി തന്നെയാണ് ഇത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. ഇത് നമുക്ക് ബീഫ് വാങ്ങിയത് തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് മസാല റെഡിയാക്കലും ചോറ് ദമ്മിടലും മാത്രം മതി. പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.